തമിഴ് സിനിമയിലെ റോളക്സ് എന്ന കഥാപാത്രത്തിന്റെ മാതൃകയിൽ ഡോൺ എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നയാളാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് സാകേഷ് കുമ്പാളി. കോഴിക്കോട് സ്വദേശിയായ 16-കാരിയെ ലഹരി നൽകി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ 1.5 മാസമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഒടുവിൽ സാകേഷിനെ കുടുക്കാൻ ഓപ്പറേഷൻ റോളക്സ് എന്ന പേരിൽ എലത്തൂർ പോലീസും സൈബർ സെല്ലും നടത്തിയ അന്വേഷണം ഫലം കണ്ടു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ഒളിവിൽ കഴിയവേ റിസോർട്ട് വളഞ്ഞ അതിസാഹസികമായാണ് ഇയാളെ എലത്തൂർ പോലീസ് പിടികൂടിയത്. എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം 2 കിലോമീറ്ററോളം വനത്തിലൂടെ നടന്നുപോയാണ് ഓപ്പറേഷൻ നടത്തിയത്. പ്രധാന കണ്ണിയാണ് പിടിയിലായ സാകേഷ് കുമ്പാളി എന്ന് പോലീസ് പറയുന്നു. കോഴിക്കോട് സ്വദേശിയായ 16-കാരിയെ ലഹരി നൽകി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. 1.5 മാസമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. ഏലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുൽത്താൻ ബത്തേരിയിൽ റിസോർട്ട് വളഞ്ഞ് അതിസാഹസികമായാണ് സാകേഷിനെ പിടികൂടിയത്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. ഡോൺ എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചാണ് സാകേഷ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചിരുന്നത്. കൊട്ടേഷൻ സംഘങ്ങൾക്കും മാർഷൽ ആർട്സ്, ജിം മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും സാകേഷ് ലഹരി വിൽപ്പന നടത്തിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. വധശ്രമമടക്കം 15ഓളം കേസുകളിൽ പ്രതിയായ സാകേഷ് കഞ്ചാവ് കൈവശം വച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ സൗഹൃദം സ്ഥാപിച്ചാണ് പ്രതി പെൺകുട്ടികളെ വലയിലാക്കിയിരുന്നത്. പിന്നീട് ലോഡ്ജിലെത്തിച്ച് ലഹരി നൽകി പീഡിപ്പിച്ചതായും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതായും പോലീസ് കണ്ടെത്തി. പ്രതിയെ പിടികൂടാനായി ഓപ്പറേഷൻ റോളക്സ് എന്ന പേരിലാണ് ഏലത്തൂർ പോലീസും സൈബർ സെല്ലും അന്വേഷണം നടത്തിയത്. പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ പ്രതി നിരന്തരം സിം കാർഡുകളും വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും മാറ്റിയിരുന്നതായി അന്വേഷണ സംഘം പറയുന്നു. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.